തളിപ്പറമ്പിലെ സിറ്റിംഗ് എം എൽ എ നമുക്കറിയാം എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ MLA എന്നുള്ള നിലയിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അറിയാൻ പോവാണ് സ്ക്രീനിൽ സ്കോർ എത്രയാണെന്ന് നോക്കാം 71.93 നല്ല സ്കോർ അതായത് ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയി തിരുവനന്തപുരത്താണെങ്കിലും MLA എന്നുള്ള നിലയിൽ അതിനു മുമ്പ് മന്ത്രിയായിരുന്നു അല്ല നല്ല പ്രകടനം എന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ അല്ലേ മണ്ഡലത്തിന്റെ സ്വഭാവം കൂടി ശരിയാണ് കറക്റ്റാണ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു LDF ബാസ്റ്റിയൻ ആണ് പ്രതിപക്ഷ ആന്തൂർ നഗരസഭ പോലുള്ള ആന്തൂരും മലപ്പട്ടമുള്ള മണ്ഡലമാണ് തളിപ്പറമ്പ് അതുകൊണ്ട് ഗോവിന്ദ മാഷ് CPM സെക്രട്ടറി ആണ് നല്ലതായതുകൊണ്ടാണ് അവർ നല്ല എന്തായാലും തകർപ്പൻ സ്കോർ 71.93 ആണ് വെരി ഗുഡ് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയെ കുറിച്ച് നോക്കാം. അതാണ് ഏറ്റവും നിർണായകം. എന്താണ് തളിപ്പറമ്പ് ചിന്തിക്കുന്നത്? തളിപ്പറമ്പിൽ ആരാണ് മുന്നിൽ? LDF 54.46 പ്രതീക്ഷിതം LDF. UDF 39.11% വോട്ടുകളാണ്. 6.44% NDA. ഇത് ഒരു പ്രതീക്ഷിച്ച പാറ്റേൺ ആണല്ലേ. 15% വ്യത്യാസം. 15.35% മുന്നിലാണ് LDF ഇപ്പോഴുള്ളത്. പക്ഷേ അവിടെ രാഷ്ട്രീയമായി പല കാര്യങ്ങളും സംഭവിക്കാനിരിക്കുന്നു. ഇത് ഫെബ്രുവരി 16-നും 26-നും ഇടയിലെടുത്ത സ്ഥാനാർത്ഥിയാവുന്ന ഒരു സൂചന പോലും ഇല്ലാത്ത സമയത്താണ്. അതിന് മുമ്പെടുത്തതാണ്. നമ്മൾ ഫീൽഡിലെ സർവേ എക്സിക്യൂട്ടീവിൽ പോയി മറ്റു പല പേരുകളാണ് കേട്ടത്. അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റു പലരും. അപ്പോഴൊന്നും ഈ PK ശ്യാമള എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ പറ്റി ആളുകളുടെ അഭിപ്രായം വന്നിട്ടില്ല. PK ശ്യാമള ഇതുപോലെ പേരാവൂരിലേക്ക് ശൈലജ ടീച്ചർ ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും CPM കടക്കുന്നതിന് മുമ്പത്തെ ടൈം പീരീഡ് കണ്ണൂരിലെ കൊച്ചു ഭൂകമ്പങ്ങൾക്ക് മുമ്പെടുത്തിട്ടുള്ള അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മാറാനാണോ? ഈ 15.3% എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 1% അതിന്റെ ഒരു വോട്ട് നോക്കുമ്പോൾ ഏകദേശം 1500 to 1700 റേഞ്ച് ഒക്കെ വരിക. ഇപ്പൊ 1,50,000 മുകളിൽ പോളിംഗ് നടന്നാൽ ഇത് ഏകദേശം ഒരു 10-25,000 ഭൂരിപക്ഷം വരുന്നുണ്ട്. അതെ, ആ ഒരു കണ്ണൂരിലെ തളിപ്പറമ്പിൽ ഒരു പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമില്ല. ഇവിടുത്തെ മറ്റ് പൊളിറ്റിക്കൽ ചോദ്യങ്ങൾ നോക്കുമ്പോൾ എല്ലാത്തിനും LDF തന്നെയാണ് മുൻതൂക്കം. അതൊരു ഇടത് കോട്ടയാണ്. എന്തായാലും സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുമ്പുള്ള നിലയിൽ 15% വലിയ വ്യക്തമായ ആധികാരികമായ മേൽക്കൈ തളിപ്പറമ്പിൽ LDF ഉണ്ട് എന്നാണ് കോറിന്റെ ഈ അഭിപ്രായ സർവേ പറയുന്നത്.